ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷസ് ആണ്. ഒന്നാമത്തെ കാര്യം, ഫേസ് വാഷസ് എന്ന് പറയുന്ന ഐറ്റം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ വെളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡേർട്സും പൊല്യൂട്ടൻസും ഒക്കെ നമ്മുടെ സ്കിന്നിലുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ചർമ്മത്തിലെ സുഷിരങ്ങളിൽ പോയിരുന്ന് അവിടെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാനും കുരുക്കൾ ഉണ്ടാവാനും ഒക്കെ കാരണമായേക്കാം. ദെൻ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പണി കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ ഹോം റെമഡീസ് നോക്കേണ്ടി വരും. പിന്നെ അത് നോക്കിയിട്ട് അത് വഷളായിട്ട് ചിലപ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും. സോ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫേസ് വാഷസ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഫേസ് വാഷസ് എന്ന് കാണിച്ചു തരാം. അത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നും ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലെൻസറാണ് കാണിക്കാൻ പോകുന്നത്. സെറാവയുടെ ഈ ഒരു ഫോമിംഗ് ക്ലെൻസർ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ സെറാവയുടെ ഈ ഒരു ക്ലെൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമ്മൾ ഞെക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് പതയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. താഴോട്ടേക്ക് വീണു, പതയാണ് വരുന്നത്. അത് നമ്മൾ കയ്യിലോട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നല്ല പത വരും. ഇനി രണ്ടാമത്തത് സെറാവയുടെ തന്നെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ കയ്യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ക്ലെൻസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ഓയിൽ പോലെ കയ്യിലിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സാധനമായിട്ട് മാറും. പതയില്ല. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഫോം ചെയ്യും, ഒരെണ്ണം പതയില്ല. ഇത് ഫോം ഉണ്ടാക്കും, ഇത് പതയാതെ നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്ത് തരും. അതാണ് വ്യത്യാസം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ, ഇതൊരു ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ്. സ്കിന്നിൽ ഒട്ടും തന്നെ ഹൈഡ്രേഷൻ ഇല്ലാത്ത രീതിയിൽ ക്ലെൻസ് ചെയ്ത് തരും. ഇതും ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ തന്നെയാണ്. ഇതിൻ്റെ പ്രധാന റീസൺ എന്താ വെച്ചാൽ, ഇത് നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നില്ല. നോർമലായിട്ടുള്ള സ്കിന്നിലുള്ള ആൾക്കാർക്കും അതുപോലെ ഓയിലി ആയിട്ടുള്ള സ്കിന്നിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റുന്നതാണ് ഈ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. എൻ്റെ സ്കിൻ ഒരുമാതിരി ഡ്രൈ സ്കിന്നാവും, ഇടയ്ക്ക് നോർമൽ സ്കിന്നാവും, ഇടയ്ക്ക് ഓയിലി സ്കിന്നാവും. സീസൺ അനുസരിച്ച് എൻ്റെ സ്കിന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ സ്കിന്ന് ഒരു നോർമൽ ടു ഓയിലിന് ഇടയിൽ പെടുന്ന ഒരു സ്കിന്നായതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്ലെൻസർ കാണിച്ചു തരാം. ഇത് സൂപ്പർ ഗ്ലോ ഫേസ് വാഷാണ്, ഫോക്സ്റ്റൈലിൻ്റെ. ഇത് ഹൈഡ്രേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് വൈറ്റമിൻ സിയും പപ്പായ എൻസൈംസും ഉണ്ട്. പക്ഷേ ഒരു വൈറ്റമിൻ സിയുടെയും പപ്പായ എൻസൈംസിൻ്റെ ആവശ്യം ഒരിക്കലും തന്നെ ഒരു ക്ലെൻസറിനകത്തോ ഒരു ഫേസ് വാഷിനകത്തോ ഒന്നും വരുന്നില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. പല ഫേസ് വാഷിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വൈറ്റമിൻ സി, അതുപോലെ ഹൈലറോണിക് ആസിഡ് സീറംസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷേ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്ത് നമ്മളപ്പോൾ തന്നെ അത് ക്ലെൻസ് ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയില്ലേ? പിന്നെ എങ്ങനെയാണ് അത് നമുക്ക് ബെനിഫിഷ്യൽ ആകുന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. ആരോണോ. ബട്ട് സ്റ്റിൽ ചില സാധനങ്ങളുടെ ഹൈഡ്രേഷൻ കുറേ നേരം നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഹൈഡ്രേറ്റിംഗ് ക്ലെൻസേഴ്സ് ഇതുപോലെ ഫോമിംഗ് ക്ലെൻസേഴ്സിൻ്റെ ഒക്കെ കുറച്ചധികം നേരം നിൽക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് പ്ലമ്മിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു. ഇതിന് മുകളിൽ അവർ കൊണ്ടുപോയിട്ട് അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലെൻസറാണ്. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു റീഫ്രഷ്ഡ് സ്മെല്ലാണ്. നമ്മൾ എന്തോ കുളിച്ചൊരുങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവില്ല, അത് തോന്നും നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ. ഭയങ്കര നല്ലതാണ്. ഇത് ഗ്രീൻ ടീ ഒക്കെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് കുരുക്കൾ വരുന്ന സ്കിന്നാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ. ഒത്തിരി പേരെ സ്കിന്നിൽ ചില പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചാൽ കുരുക്കളൊക്കെ വരും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്കും ബെസ്റ്റാണ്. ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് തരുന്ന ഒരു പ്രോഡക്റ്റാണിത്. പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ തന്നെയാണ് അടുത്ത ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഫേസ് വാഷും. അത് ഇതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് റൈസ് വാട്ടർ ഉണ്ട്. മാത്രമല്ല നയാസിനമൈഡ് ഉണ്ടെന്ന് അവർ പറയുന്നത്. ആക്ച്വലി നയാസിനമൈഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ വരുന്ന ചില സാധനങ്ങൾ, ഇതൊക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു സ്മൂത്ത് ആൻഡ് ക്ലീൻ ആൻഡ് ഒട്ടും തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ പാടുകളോ ഇല്ലാത്ത സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വലി നയാസിനമൈഡ്സ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷേ എന്തിനാണ് ഫേസ് വാഷിൽ നയാസിനമൈഡ് എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു ചോദ്യമാണ്. ഐ ഡോണ്ട് നോ വൈ. ബട്ട് സ്റ്റിൽ ഇതെല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ സ്മെല്ല് നോർമലായിട്ടുള്ള ഒരു സ്മെല്ലാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഇതും പ്ലമ്മിൻ്റെ ആണ്. ഇത് രണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീരുമ്പോൾ വാങ്ങും. അതുപോലെ തന്നെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ്
സെറാവയുടേത് അല്ലെ ഫോമിങ്, ഇതും എൻ്റെ തിരുമ്പ വാങ്ങുന്നതാണ്. പിന്നെ ഫോക്സ് ടെയിൽ, ഇത് ഞാൻ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമുള്ള ഒരു സാധനത്തിൽപ്പെട്ടാണ്. ഞാനിതെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ എല്ലാം ലിസ്റ്റല്ല എന്തിനു പറയുക, ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആക്രി പപ്പറി കാണിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.